നല്ല സിനിമയാണ്. പിന്നെ നല്ല സന്തോഷമുണ്ട് ഇതുപോലൊരു ടീമിൻ്റെ കൂടെ ഇതുപോലൊരു സിനിമയിൽ ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയ. കാരണം പപ്പേട്ടൻ്റെ പടം, അപ്പോൾ ഇതുപോലൊരു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ സിനിമ ഞാൻ ഓഡിയൻസിൻ്റെ കൂടെയാണ് കണ്ടത്. അപ്പോൾ പലയിടത്തും ഒരുപാട് സ്ഥലത്ത് ചിരി അല്ലെങ്കിൽ സിനിമയുടെ നമ്മുടെ പല ഇമോഷൻസ് ഇതിനകത്ത് പല ലെയേഴ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പല വേരിയേഷൻസ് സിനിമയ്ക്കകത്തുണ്ട്. ഫാമിലിയായിട്ട് കാണാം. നല്ല സിനിമയാണ്. ഇനി നിങ്ങളെല്ലാവരും കാണും, കണ്ടിട്ട് അഭിപ്രായം പറയൂ. എന്തായാലും കാണണം. ഓക്കെ, താങ്ക് യു. അത് ഭയങ്കര രസമാണ്. നമുക്ക് അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹമില്ല ഇതുപോലുള്ള മാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ മീര ജാസ്മിൻ്റെ കൂടെ ആണെങ്കിൽ നരേൻ ചേട്ടനൊക്കെ തരുന്ന സപ്പോർട്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു ഇപ്പോൾ ഇന്ന് തന്നെ കാണുന്ന സമയത്ത് കണ്ടിട്ട് ഇത്ര ദിവസങ്ങളായി, പക്ഷേ ആ ഒരു ഡയലോഗ് വെച്ചിട്ട് അപ്പോൾ ഇവർ തരുന്ന സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പം ഞാൻ ചെയ്തത് വെച്ച് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പപ്പേട്ടൻ തന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ നരേഞ്ചരി കൂടെയുള്ള സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ സന്തോഷം. ഇങ്ങനത്തെ ഒരു സിനിമയോട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. താങ്ക് യു. ഇനി നിങ്ങളെല്ലാവരും കാണണം, എന്തായാലും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയും. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം കുറേ ട്രോളുകളൊക്കെ കണ്ടായിരുന്നു. സുഹൃത്തിനെ കുഴിച്ചടിച്ചു ഒരാളെന്നുള്ളത്. അപ്പം അങ്ങനെ എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ട്രോളുകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്? ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പോൾ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഇതാണ്. കാരണം നമ്മൾക്കൊരു ആസ്പയറിങ് ആക്ടർ എന്ന നിലയിൽ ഒരു ട്രെയിലറിൽ നമ്മളൊരു മുഖം വരിക, അല്ലെങ്കിൽ ട്രെയിലറിൽ ഒരു ഡയലോഗ് പറയാൻ പറ്റുക. ആ ഡയലോഗ് ട്രെയിലറിൽ വൺ ഓഫ് ദ ഐക്കോണിക് ഒരു പോയിൻ്റ് ആവുക, ഒരു പിവട്ടൽ പോയിൻ്റ് ആവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അതൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ നമ്മളൊരു ഡയലോഗ് പറയുന്ന സമയത്ത് ട്രെയിലറിൽ വരുന്നൊന്നും നമ്മൾ നമുക്ക് പ്രതീക്ഷയില്ല അത് ട്രെയിലറിൽ വരുമോ, അത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ഡയലോഗ് വരുന്നു. കാരണം അതിൽ കൗണ്ടർ പറയുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയ്ക്കകത്ത് കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ഏട്ടൻ്റെ കൗണ്ടറുണ്ട്, ജോണി ആൻ്റണി സാറിൻ്റെ കൗണ്ടറുണ്ട്, അതുപോലെ VKP സാറിൻ്റെ കൗണ്ടർ, ഇതിൻ്റെയൊക്കെ കൗണ്ടേഴ്സ് ഉണ്ട്. ജൂഡ് സാറിൻ്റെ ഇതിൻ്റെയൊക്കെ കൗണ്ടേഴ്സിനുപരി എൻ്റെ കൗണ്ടർ യൂസ് ചെയ്തോണ്ട് ഞാൻ ഫെമിലിയർ ഫേസ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പപ്പേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ സംഭവം നടന്നതിൽ. പിന്നെ ആ ഡയലോഗ് ആക്ച്വലി സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല, ആ ഒരു ഹിന്ദി ഡയലോഗ്. അത് കൂടെ അഭിനയിക്കുന്ന ശ്രുതിയുടെ കോൺട്രിബ്യൂഷനാണ്. ശ്രുതി അപ്പുറത്ത് നിന്ന് തമാശയ്ക്ക് പറഞ്ഞാണ്, അത് ആ സമയത്ത് നാക്കിൻ്റെ തുമ്പത്ത് വന്നു, അത് ട്രെയിലറിൽ യൂസ് ചെയ്ത് ഹാപ്പിയാണ്. മൊത്തത്തിൽ ട്രോളിൽ വന്നതിൽ സന്തോഷം. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.